Hi friends, welcome to Royalty Accounts Part 8. Problem number 4. Mr. Dev owned a patent right to produce and sell coconut climbing machine. On 1st January 2011, he granted a license to Jet Products Limited to use the right on a royalty of ₹50 per unit produced with a deterrent of ₹50,000 per annum. The short working is recoverable within the first 4 years of the lease agreement. ഇവിടെ ദേവ് ആണ് ലെസർ. ദേവിന് കോക്കനട്ട് ട്രീ ക്ലൈംബിംഗ് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാനും സെല്ല് ചെയ്യാനുമുള്ള പേറ്റന്റ് റൈറ്റ് ഉണ്ട്. ദേവ് ജെറ്റ്സ് പ്രൊഡക്ട്സ് ലിമിറ്റഡിന് ഈ റൈറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ലെസി ജെറ്റ്സ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് ആണ്. മിനിമം റെൻറ്റ് 50,000 ആണ്. ഷോർട്ട് വർക്കിംഗ് റിക്കവർ ചെയ്യാനായിട്ട് പറ്റുന്നത് ആദ്യത്തെ 4 വർഷങ്ങളിലാണ്. വാസ് ദ ഇയർ 2011 നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് 700. 2012 number of units produced 800. In 2013 number of units produced 1000. In the year 2014 number of units produced is 1400 units. In the year 2015 1500 units. 2011 തുടങ്ങി 2015 വരെയുള്ള ഇയറുകളിൽ ഉള്ള പ്രൊഡക്ഷൻ എത്രയാണെന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ഗീവ് ജേർണൽ എൻട്രീസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ജെറ്റ് പ്രൊഡക്ട്സ് ലിമിറ്റഡ്. ജെറ്റ് പ്രൊഡക്ട്സിൻ്റെ ബുക്കിലെ, അതായത് ലെസിയുടെ ബുക്കിലെ ജേർണൽ എൻട്രീസും ലെഡ്ജർ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് അനാലിസിസ് ടേബിൾ ആണ്. അനാലിസിസ് ടേബിളിലെ കോളങ്ങൾ ഇയർ, ഔട്ട്പുട്ട്, മിനിമം റെന്റ്, റോയൽറ്റി, എമൗണ്ട് പെയ്ഡ് ടു ലെസർ. ഇവിടെ ദേവാണ് ലെസർ. ഷോർട്ട് വർക്കിംഗ് അറൈസിംഗ്, റീകൂപ്ഡ്, ഇറിക്കവറബിൾ, ബാലൻസ് ക്യാരി ഫോർവേഡ്. ഇവിടെ ഇയർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2011 തുടങ്ങി 2015 വരെയുള്ള ഇയർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 700, 800, 1000, 1400, 1500. നെക്സ്റ്റ് കോളം മിനിമം റെന്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ മിനിമം റെന്റ് 50,000 പെർ ആനമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 50,000 എല്ലാ ഇയറിലും സെയിം ആണ്. ഇടയ്ക്ക് മിനിമം റെന്റ് ചേഞ്ച് ഉണ്ടാകുന്ന കാര്യമൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ മിനിമം റെന്റിന്റെ കോളത്തിൽ എല്ലാ ഇയറിലും 50,000 നമ്മൾ കൊടുത്തു. നെക്സ്റ്റ് കോളം റോയൽറ്റി ആണ്. റോയൽറ്റി ₹50 പെർ യൂണിറ്റ് ആണ്. ഇവിടെ നമ്മുടെ റോയൽറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 700 × 50 ആണ് റോയൽറ്റി നമ്മൾ 2011 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 700 × 50 ₹35,000 ആണ്. നെക്സ്റ്റ് 800 × 50 ₹40,000. Next 1000 × 50 ₹50,000. Next 1400 × 50 ₹70,000. Next 1500 × 50 ₹75,000. റോയൽറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഇൻറ്റു റോയൽറ്റി പെർ യൂണിറ്റ് എത്രയാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോളം എമൗണ്ട് പെയ്ഡ് ടു ലെസർ. ഇവിടെ ദേവാണ് ലെസർ. ലെസറിന് പേയ്മെന്റ് നടത്തേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് തീരുമാനിക്കുകയാണ്. മിനിമം റെന്റ് ഫസ്റ്റ് ഇയറിൽ 2011 മിനിമം റെന്റ് 50,000 ആണ്. റോയൽറ്റി 35,000 ആണ്. മിനിമം റെന്റ് 50,000 ആയതുകൊണ്ട് തന്നെ നമ്മൾ മിനിമം എമൗണ്ട് 50,000 ലെസർക്ക് പേയ്മെന്റ് നടത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് എമൗണ്ട് 50,000 ആണ് കൊടുക്കേണ്ടത്.
ഷോർട്ട് വർക്കിംഗ് എറൈസിങ് ഈ വർഷം ഷോർട്ട് വർക്കിംഗ് ഉണ്ടാകുന്നുണ്ട്. കാരണം റോയൽറ്റി 35,000 ഉള്ളൂ, എമൗണ്ട് കൊടുക്കുന്നത് 50,000 ആണ്. ബാലൻസ് എമൗണ്ട് വരുന്നത് 50,000 മൈനസ് 35,000 15,000 ഷോർട്ട് വർക്കിംഗ് എറൈസിംഗ് ആണ്. ഈ വർഷം ഷോർട്ട് വർക്കിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഷോർട്ട് വർക്കിംഗ് റീകൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം റോയൽറ്റി കുറവും മിനിമം കൂടുതലുമാണ്. റോയൽറ്റി കൂടുതലുള്ള വർഷങ്ങളിൽ മാത്രമേ നമുക്ക് റീകൂപ്മെന്റ് സാധ്യമാവുള്ളൂ. ഇറിക്കവബിൾ ആകുന്നില്ല, കാരണം നമുക്ക് കണ്ടീഷൻ പ്രകാരം ഫസ്റ്റ് 4 ഇയേഴ്സിലേക്ക് നമുക്ക് റീകൂപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. ആദ്യത്തെ വർഷം ആയതേ ഉള്ളൂ. ബാലൻസ് ക്യാരി ഫോർവേഡ് ഷോർട്ട് വർക്കിംഗ് ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത് 15,000 ആണ്. നെക്സ്റ്റ് ഇയർ 2012 മിനിമം 50,000, റോയൽറ്റി 40,000. ഇവിടെയും മിനിമം നമ്മുടെ പേയ്മെന്റ് നടത്തിയേ പറ്റുള്ളൂ. കാരണം മിനിമം കുറവും മിനിമം കൂടുതലും റോയൽറ്റി കുറവുമാണ്. എമൗണ്ട് പെയ്ഡ് ടു ദേവ് 50,000 കൊടുക്കുക. ഇവിടെ ഷോർട്ട് വർക്കിംഗ് എറൈസിംഗ് ആണ്. ഷോർട്ട് വർക്കിംഗ് ഉണ്ടാകുന്ന എത്രയാണ്? 50,000 മൈനസ് 40,000 10,000 ആണ് ഇവിടെ ഷോർട്ട് വർക്കിംഗ് ഉണ്ടാകുന്നത്. ഇവിടെ റീകൂപ്മെന്റ് സാധ്യമാവുന്നില്ല, ഇറിക്കവബിൾ ആകുന്നില്ല. ബാലൻസ് ക്യാരി ഫോർവേഡ് 15,000 പ്ലസ് 10,000 25,000. അപ്പം 2012 അവസാനം 25,000 ആണ് ഷോർട്ട് വർക്കിംഗ് നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക്, അതായത് 2013 ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ഇനി 2013 നോക്കാം. 2013 മിനിമം റെന്റും റോയൽറ്റിയും സെയിം എമൗണ്ട് തന്നെയാണ്. മിനിമം റെന്റും റോയൽറ്റിയും സെയിം എമൗണ്ട് ആണ്. അതുകൊണ്ട് നമ്മൾ സെയിം എമൗണ്ട് ആയിട്ടുള്ള 50,000 തന്നെ ഇവിടെ പേയ്മെന്റ് നടത്തണം. കാരണം ഇവിടെ നമുക്ക് റീകൂപ്മെന്റിനുള്ള അവസരമില്ല. കാരണം മിനിമം 50,000 നമ്മൾ പേയ്മെന്റ് നടത്തിയേ പറ്റുള്ളൂ. അവരുടെ 50,000 തന്നെ ഇവിടേക്ക് എടുത്തെഴുതുക. ഇവിടെ സെയിം എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഷോർട്ട് വർക്കിംഗ് ഉണ്ടാകുന്നില്ല, റീകൂപ്മെന്റ് ഉണ്ടാകുന്നില്ല, ഇറിക്കവബിൾ ആകുന്നില്ല. ബാലൻസ് ക്യാരി ഫോർവേഡ് സെയിം എമൗണ്ട് തന്നെ എടുത്തെഴുതാൻ 25,000 തന്നെയാണ്. കാരണം ഈ ഇയറിൽ ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. കാരണം റോയൽറ്റിയും മിനിമം റെന്റും ഒരേ എമൗണ്ട് തന്നെയാണ്. ഒരേ എമൗണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് വർക്കിംഗ് എറൈസിങ്ങോ റീകൂപ്മെന്റോ ഒന്നും ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ് ഇയർ 2014 ആണ്. 2014 50,000 ആണ് മിനിമം റെന്റ്, എന്നാൽ റോയൽറ്റി 70,000 ആണ്. റോയൽറ്റി 70,000 ആണ്. നമുക്ക് ഇവിടെ റോയൽറ്റി എമൗണ്ട് കൂടുതലും മിനിമം റെന്റ് കുറവുമാണ്. നമുക്ക് 25,000 റീകൂപ്പ് ചെയ്യാനായിട്ടുണ്ട്. 25,000 മൊത്തം റീകൂപ്പ് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മിനിമം എമൗണ്ട് ആയിട്ടുള്ള 50,000 പേയ്മെന്റ് നടത്തി ബാക്കിയുള്ള ബാലൻസ് വരുന്ന തുക 25,000 നമുക്ക് റീകൂപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ബാലൻസ് 20,000 ഉള്ളൂ. കിട്ടുന്ന 20,000 നമുക്ക് റീകൂപ്പ് ചെയ്യാം. എമൗണ്ട് പെയ്ഡ് ടു ദേവ് 50,000 കൊടുക്കുക. എമൗണ്ട് 50,000 കൊടുക്കുക. ഇവിടെ ഷോർട്ട് വർക്കിംഗ് എറൈസ് ചെയ്യുന്നില്ല. 20,000 നമ്മൾ റീകൂപ്പ് ചെയ്യുന്നു. 20,000 റീകൂപ്പ് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് റീകൂപ്മെന്റിനുള്ള അവസരം എങ്ങനെയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. റിക്കവബിൾ വിത്തിൻ ദ ഫസ്റ്റ് 4 ഇയേഴ്സ് ഓഫ് ലീസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് 4 ഇയേഴ്സ് ഓഫ് ലീസിലാണ് നമുക്ക് റീകൂപ്മെന്റ് സാധ്യമാകുന്നത്. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ വർഷം 2011, 2012, 2013, 2014. നാലാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ 2014 അപ്പം റീകൂപ്മെന്റ് സാധ്യമാകുന്നത് 2014 വരെയുള്ള സമയത്താണ് നമുക്ക് റീകൂപ്മെന്റ് സാധ്യമായിട്ടുള്ളത്. അപ്പം 2014 റീകൂപ്പ് ചെയ്യാനുള്ള ബാലൻസ് എമൗണ്ട് എന്താണ്? ഇറിക്കവബിൾ ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് ആണ്. അത് നമുക്ക് ലോസ് ആണ്. അതുകൊണ്ട് ബാലൻസ് ഉള്ള 5,000 ഇറിക്കവബിൾ ആണ്. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതാണ്. ബാലൻസ് ക്യാരി ഫോർവേഡ് 0 ആണ്. ഇനി 2015 നോക്കാം. 2015 മിനിമം റെന്റ് 50,000, റോയൽറ്റി 75,000. ഇവിടെ മിനിമം റെന്റ് 50,000 പേയ്മെന്റ് നടത്തിയാൽ പോരാ. കാരണം റോയൽറ്റി 75,000 ആണ്. എന്നാൽ ബാലൻസ് ഒന്നും നമുക്ക് റീകൂപ്പ് ചെയ്യാനായിട്ടില്ല. ബാലൻസ് റീകൂപ്പ് ചെയ്യാനായിട്ടുള്ള കേസിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്?
റോയൽറ്റിയിൽ നിന്ന് ആ എമൗണ്ട് കുറച്ച് പേയ്മെന്റ് നടത്താനായിട്ട് പറ്റുന്നു. ഇവിടെ ബാലൻസ് ഒന്നും നമുക്ക് റീകൂപ്പ് ചെയ്യാനായിട്ട് അർഹതയില്ല. അതുകൊണ്ട് എമൗണ്ട് 75,000 തന്നെയാണ് പേയ്മെന്റ് നടത്തേണ്ടത്. ഷോർട്ട് വർക്കിംഗ് ഉണ്ടാകുന്നില്ല കാരണം ഇവിടെ മിനിമം റെന്റ് കുറവും റോയൽറ്റി കൂടുതലുമാണ്. റീകൂപ്മെന്റ് നടക്കുന്നില്ല, ഇരക്രവൾ ആകുന്നില്ല, ബാലൻസ് ക്യാരി ഫോർവേഡ് ഇല്ല. നമുക്ക് അനാലിസിസ് ടേബിൾ ഒന്നുകൂടി നോക്കാം. 2011 ഔട്ട്പുട്ട് 700 യൂണിറ്റ്സ് ആണ്. റോയൽറ്റി 35,000 ആണ്. 700 × 50. മിനിമം റെന്റ് 50,000 ആണ്. ഇവിടെ മിനിമം റെന്റ് എമൗണ്ട് കൂടുതലും റോയൽറ്റി എമൗണ്ട് കുറവുമാണ്. അതുകൊണ്ട് മിനിമം റെന്റ് ആയിട്ടുള്ള 50,000 ആണ് പേയ്മെന്റ് നടത്തുന്നത്. ഷോർട്ട് വർക്കിംഗ് ഉണ്ടാവുന്നുണ്ട്. 50,000 മൈനസ് 35,000 15,000 ആണ് ഇവിടെ ഷോർട്ട് വർക്കിംഗ് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നു. 2012 800 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റോയൽറ്റി 800 × 50 40,000 ആണ്. മിനിമം റെന്റ് 50,000 ആണ്. ഇവിടെയും റോയൽറ്റി കുറവും മിനിമം റെന്റ് കൂടുതലുമായതുകൊണ്ട് മിനിമം റെന്റ് എമൗണ്ട് പേയ്മെന്റ് നടത്തിയേ പറ്റൂ. അതുകൊണ്ട് 50,000 ആണ് പേയ്മെന്റ് നടത്തുന്നത്. ഷോർട്ട് വർക്കിംഗ് ഉണ്ടാകുന്നുണ്ട്. 50,000 മൈനസ് 40,000 10,000 ആണ് ഇവിടെ ഷോർട്ട് വർക്കിംഗ്. നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം 15,000 ഉണ്ടായിരുന്നു. ഈ വർഷത്തെ 10,000 കൂടെ ആഡ് ചെയ്തപ്പോൾ 25,000 ആണ് ഷോർട്ട് വർക്കിംഗ് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. 2013 1000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. റോയൽറ്റി 1000 × 50 50,000 ആണ്. ഇവിടെ മിനിമം റെന്റ് 50,000 ആണ്. മിനിമം റെന്റും റോയൽറ്റിയും ഒരേ എമൗണ്ട് ആണ് വന്നിരിക്കുന്നത്. 50,000 തന്നെ പേയ്മെന്റ് നടത്തുന്നു. ഇവിടെ ഷോർട്ട് വർക്കിംഗ് ഉണ്ടാകുന്നില്ല, റീകൂപ്മെന്റ് ഉണ്ടാകുന്നില്ല. സെയിം എമൗണ്ട് തന്നെ, കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് തന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നു. 25,000 ആണ്. നെക്സ്റ്റ് 2014 1,400 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. റോയൽറ്റി 1,400 × 50 70,000 ആണ് വന്നിരിക്കുന്നത്. മിനിമം റെന്റ് 50,000 ആണ്. ഇവിടെ 20,000 മിനിമം റെന്റിനേക്കാൾ എക്സസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിനിമം റെന്റ് എമൗണ്ട് 50,000 പേയ്മെന്റ് നടത്തി ബാക്കി 20,000 റീകൂപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഷോർട്ട് വർക്കിംഗ് ഒന്നും റൈസ് ചെയ്യുന്നില്ല. 20,000 റീകൂപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് 4 ഇയേഴ്സിലേക്കാണ് റീകൂപ്പിനുള്ള റൈറ്റ് ലെസിക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 25,000 ഉണ്ട്. എന്നാൽ 20,000 മാത്രമേ 4th ഇയറിൽ 2014 റീകൂപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ബാക്കി 5,000 റീകൂപ്പ് ചെയ്യാനായിട്ട് സാധ്യമല്ല. അത് ഇറിക്കവറബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് ആണ്. 25,000 നിന്ന് 20,000 റീകൂപ്പ് ചെയ്യുകയും 5,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതിത്തള്ളുകയും ചെയ്തതുകൊണ്ട് ബാലൻസ് എമൗണ്ട് ഒന്നുമില്ല. നെക്സ്റ്റ് 2015 1,500 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. റോയൽറ്റി വരുന്നത് 1,500 × 50 75,000 ആണ്. മിനിമം റെന്റ് 50,000 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ എലിജിബിൾ ആയിട്ടുള്ള ഷോർട്ട് വർക്കിംഗ് ഒന്നും റീകൂപ്പ് ചെയ്യാനായിട്ടില്ലാത്തത് കൊണ്ട് റോയൽറ്റി എമൗണ്ട് ആയിട്ടുള്ള 75,000 തന്നെ പേയ്മെന്റ് നടത്തണം. കാരണം ഇവിടെ ഷോർട്ട് വർക്കിംഗ് ഒന്നും റീകൂപ്പ് ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് 75,000 തന്നെ ദേവിന് പേയ്മെന്റ് നടത്തുന്നു. ഇവിടെ ഷോർട്ട് വർക്കിംഗ് ഉണ്ടാകുന്നില്ല, റീകൂപ്മെന്റ് നടക്കുന്നില്ല, ബാലൻസ് ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ടില്ല. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ജെറ്റ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് ലിസ്റ്റിയുടെ ബുക്കിലെ ജേണൽ എൻട്രീസ് നോക്കാം. 2011 ഡിസംബർ 31 മിനിമം റെന്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണ് വന്നിരിക്കുന്നത്. മിനിമം റെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ദേവ് അക്കൗണ്ട്. മിനിമം റെന്റ് അക്കൗണ്ട് ലെറ്റർ 50,000 ടു ദേവ് അക്കൗണ്ട് 50,000.
ആദ്യത്തെ വർഷം നമ്മൾ അനാലിസിസ് ടേബിളിൽ കണ്ടതാണ്. 50,000 ആണ് ദേവിന് പേയ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് 50,000 ആയിട്ടുള്ള മിനിമം റെൻ്റ് എമൗണ്ട് ആണ് ഇവിടെ ഡ്യൂ ആവുന്നത്. നമുക്ക് ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അനാലിസിസ് ടേബിൾ ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് എൻട്രി മിനിമം റെൻറ്റിനെ റോയൽറ്റി ആയിട്ടും ഷോർട്ട് വർക്കിംഗ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് 35,000, ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് അറ്റ് 15,000, ടു മിനിമം റെൻ്റ് അക്കൗണ്ട് 50,000. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 35,000, ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് അറ്റ് 15,000, ടു മിനിമം റെൻ്റ് അക്കൗണ്ട് 50,000. 2011 റോയൽറ്റി 35,000 ആണ്, ഷോർട്ട് വർക്കിംഗ് 15,000 ആണ്. നെക്സ്റ്റ് എൻട്രി മിനിമം റെൻ്റ് പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ്. ദേവ് അക്കൗണ്ട് അറ്റ് 50,000, ടു ബാങ്ക് അക്കൗണ്ട് 50,000. നെക്സ്റ്റ് എൻട്രി റോയൽറ്റിയെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. ആക്ച്വൽ റോയൽറ്റി എത്രയാണോ അതാണ് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് 35,000, ടു റോയൽറ്റി അക്കൗണ്ട് 35,000. നെക്സ്റ്റ് 2012 ഡിസംബർ 31 മിനിമം റെൻ്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണ് ആദ്യം വന്നിരിക്കുന്നത്. അനാലിസിസ് ടേബിളിൽ നോക്കിയാൽ നമുക്ക് അറിയാം 2012 50,000 ആയിട്ടുള്ള മിനിമം റെൻ്റാണ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അവിടെ റോയൽറ്റി വന്നിരിക്കുന്നത് 40,000 ആണ്, ഷോർട്ട് വർക്കിംഗ് വന്നിരിക്കുന്നത് 10,000 ആണ്. മിനിമം റെൻ്റ് അക്കൗണ്ട് അറ്റ് 50,000, ടു ദേവ് അക്കൗണ്ട് 50,000. നെക്സ്റ്റ് എൻട്രി മിനിമം റെൻറ്റിനെ റോയൽറ്റി എന്നും ഷോർട്ട് വർക്കിംഗ് എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് 40,000, ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് അറ്റ് 10,000, ടു മിനിമം റെൻ്റ് അക്കൗണ്ട് 50,000. നെക്സ്റ്റ് എൻട്രി മിനിമം റെൻ്റ് പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ്. ദേവ് അക്കൗണ്ട് അറ്റ് 50,000, ടു ബാങ്ക് അക്കൗണ്ട് 50,000. ദേവ് അക്കൗണ്ട് അറ്റ് 50,000, ടു ബാങ്ക് അക്കൗണ്ട് 50,000. നെക്സ്റ്റ് റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. ഇവിടെ ആക്ച്വൽ റോയൽറ്റി 40,000 ആണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് 40,000, ടു റോയൽറ്റി 40,000. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് 40,000, ടു റോയൽറ്റി 40,000. നെക്സ്റ്റ് 2013 ഡിസംബർ 31 2013 റോയൽറ്റിയും മിനിമം റെൻറ്റും ഒരേ എമൗണ്ട് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഷോർട്ട് വർക്കിംഗ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ റോയൽറ്റിയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടി വരുന്നത്, റോയൽറ്റിയാണ് ഡ്യൂ ആകുന്നത്. റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയാണ് ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് 50,000, ടു ദേവ് 50,000. നെക്സ്റ്റ് എൻട്രി ഇവിടെ ഷോർട്ട് വർക്കിംഗ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന എൻട്രിയുടെ ആവശ്യമില്ല. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ്. ദേവ് അക്കൗണ്ട് അറ്റ് 50,000, ടു ബാങ്ക് അക്കൗണ്ട് 50,000. നെക്സ്റ്റ് എൻട്രി റോയൽറ്റിയെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. ഇവിടെ ആക്ച്വൽ റോയൽറ്റി 50,000 തന്നെയാണ്. എൻട്രി പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് 50,000, ടു റോയൽറ്റി അക്കൗണ്ട് 50,000. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് 50,000, ടു റോയൽറ്റി 50,000. നെക്സ്റ്റ് 2014 ഡിസംബർ 31 2014 മിനിമം റെൻറ്റ് 50,000 ആണ്. റോയൽറ്റി 70,000 ആണ് വന്നിരിക്കുന്നത്. ദേവിന് പേയ്മെൻറ്റ് നടത്തുന്നത് 50,000 ആണ്. റീകൂപ്മെൻറ്റ് നടക്കുന്നുണ്ട് 20,000. എമൗണ്ട് PNL മാറ്റുന്നത് 5,000 ആണ്.
ഫസ്റ്റ് എൻട്രി റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു ദേവ് അക്കൗണ്ട് 70,000 ആണ്. ആക്ച്വൽ റോയൽറ്റിയാണ് ഇവിടെ ഡ്യൂ ആവുന്നത്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് 70,000 ടു ദേവ് അക്കൗണ്ട് 70,000. നെക്സ്റ്റ് ദേവിന് എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുകയും അതുപോലെ ഷോർട്ട് വർക്കിംഗ് റിക്കവർ ചെയ്യുകയും ചെയ്യുന്ന എൻട്രിയാണ്. ദേവ് അക്കൗണ്ട് അറ്റ് 70,000 ആക്ച്വൽ റോയൽറ്റി എമൗണ്ട് ആണ്. ടു ബാങ്ക് അക്കൗണ്ട് 50,000 പേയ്മെൻറ്റ് നടത്തുന്ന എമൗണ്ട് ആണ്. ടു ഷോർട്ട് വർക്കിംഗ്സ് 20,000 ഷോർട്ട് വർക്കിംഗ് റിക്കവർ ചെയ്യുന്ന എമൗണ്ട് ആണ്. ദേവ് അക്കൗണ്ട് അറ്റ് 70,000 ടു ബാങ്ക് അക്കൗണ്ട് 50,000 ടു ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് 20,000. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. ആക്ച്വൽ റോയൽറ്റി ആയിട്ടുള്ള 70,000 ആണ് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് 70,000 ടു റോയൽറ്റി അക്കൗണ്ട് 70,000. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് 70,000 ടു റോയൽറ്റി 70,000. നെക്സ്റ്റ് എൻട്രി ഇറിക്കവറബിൾ ആയിട്ടുള്ള ഷോർട്ട് വർക്കിംഗ്സിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. 5,000 ആണ് ഇവിടെ റീകൂപ്പ് ചെയ്യാൻ പറ്റാത്ത എമൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് 5,000 ടു ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് 5,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് 5,000 ടു ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് 5,000. നെക്സ്റ്റ് 2015 ഡിസംബർ 31. നമുക്ക് ആദ്യം അനാലിസിസ് ടേബിൾ നോക്കാം. 2015 മിനിമം റെൻ്റ് 50,000 ആണ്. റോയൽറ്റി 75,000 ആണ് വരുന്നത്. പ്രീവിയസ് ഇയറിലെ ഷോർട്ട് വർക്കിങ്സ് ഒന്നും റീകൂപ്പ് ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫുൾ എമൗണ്ട് തന്നെ ദേവിന് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നു. 75,000 ആണ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ആ ഇയറിൽ 2015 ഷോർട്ട് വർക്കിംഗ് ഒന്നും റൈസ് ചെയ്യുന്നില്ല, റീകൂപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല, ബാലൻസ് ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് എൻട്രി റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു ദേവ് എന്നാണ് എൻട്രി. റോയൽറ്റി അക്കൗണ്ട് അറ്റ് 75,000 ടു ദേവ് അക്കൗണ്ട് 75,000. നെക്സ്റ്റ് റോയൽറ്റി എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ്. ആക്ച്വൽ റോയൽറ്റി എമൗണ്ട് ആയിട്ടുള്ള 75,000 തന്നെയാണ് ഇവിടെ പേയ്മെൻറ്റ് നടത്തുന്നത്. ദേവ് അക്കൗണ്ട് അറ്റ് 75,000 ടു ബാങ്ക് അക്കൗണ്ട് 75,000. ദേവ് അക്കൗണ്ട് അറ്റ് 75,000 ടു ബാങ്ക് അക്കൗണ്ട് 75,000. നെക്സ്റ്റ് റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് 75,000 ടു റോയൽറ്റി 75,000. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് 75,000 ടു റോയൽറ്റി 75,000. നെക്സ്റ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ജെറ്റ് പ്രൊഡക്ട്സ് ലിമിറ്റഡ്. ജെസ്സിയുടെ ബുക്കിലെ ലെഡ്ജർ അക്കൗണ്ട്സ്. ഫസ്റ്റ് മിനിമം റെൻ്റ് അക്കൗണ്ട്, ദെൻ റോയൽറ്റി അക്കൗണ്ട്, ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട്, ദേവ് അക്കൗണ്ട്. നമുക്ക് മെയിനായിട്ട് 4 അക്കൗണ്ടുകളാണ് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് ജേണൽ എൻട്രീസിൻ്റെ അതേ ഓർഡറിൽ തന്നെ ലെഡ്ജറിലേക്ക് എൻട്രീസ് പോസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് എൻട്രി 2011 ഡിസംബർ 31 വരുന്ന എൻട്രിയാണ്. മിനിമം റെൻ്റ് ഡ്യൂ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. മിനിമം റെൻ്റാണ് ആദ്യത്തെ വർഷം പേയ്മെൻറ്റ് നടത്തേണ്ടി വരുന്നത്. ആ വർഷം റോയൽറ്റി കുറവും മിനിമം റെൻ്റ് കൂടുതലുമാണ്. 50,000 ആയിരുന്നു നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന എമൗണ്ട്. എൻട്രി വരുന്നത് മിനിമം റെൻ്റ് അക്കൗണ്ട് അറ്റ് ടു ദേവ് അക്കൗണ്ട് എന്നാണ്. മിനിമം റെൻ്റ് അക്കൗണ്ട് അറ്റ് ടു ദേവ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. അതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത് ടു ദേവ് അക്കൗണ്ട് എന്ന് മിനിമം റെൻ്റ് അക്കൗണ്ടിൽ വരും. എമൗണ്ട് 50,000. സെയിം എൻട്രിയുടെ തന്നെ പോസ്റ്റിംഗ് ദേവ് അക്കൗണ്ടിൽ ഓപ്പോസിറ്റ് സൈഡിൽ വരും. ബൈ മിനിമം റെൻ്റ് അക്കൗണ്ട്, ബൈ മിനിമം റെൻ്റ് അക്കൗണ്ട്, എമൗണ്ട് 50,000. നെക്സ്റ്റ് എൻട്രി മിനിമം റെന്റിനെ റോയൽറ്റി ആയിട്ടും ഷോർട്ട് വർക്കിംഗ്സ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. മിനിമം റെന്റ് 2 ഭാഗങ്ങൾ വരും. ഒന്ന് റോയൽറ്റി, നെക്സ്റ്റ് ഷോർട്ട് വർക്കിംഗ്സ്. അപ്പം എൻട്രി വരുന്നത് റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 35,000,
ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് അറ്റ് 15,000 ടു മിനിമം റെന്റ് അക്കൗണ്ട് എന്നാണ് നമ്മൾ അനാലിസിസ് ടേബിളിനകത്ത് വ്യക്തമായിട്ട് എഴുതിയ കാര്യങ്ങളാണ്. ഇത് ഈ എൻട്രിയുടെ പോസ്റ്റിംഗ് മിനിമം റെന്റ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി 35,000 ബൈ ഷോർട്ട് വർക്കിംഗ്സ് 15,000 ഇങ്ങനെയാണ് വരുന്നത്. സെയിം എൻട്രിയുടെ തന്നെ പോസ്റ്റിംഗ് റോയൽറ്റി അക്കൗണ്ടിലും ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിലും വരും. റോയൽറ്റി അക്കൗണ്ടിൽ ടു മിനിമം റെന്റ് അക്കൗണ്ട്, ടു മിനിമം റെന്റ് അക്കൗണ്ട് 35,000. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ ടു മിനിമം റെന്റ്, ടു മിനിമം റെന്റ് അക്കൗണ്ട് എമൗണ്ട് 15,000 ആണ്. നെക്സ്റ്റ് എൻട്രി മിനിമം റെന്റ് എമൗണ്ട് പേയ്മെന്റ് നടത്തുന്നതാണ്. ഡ്യൂ നെക്സ്റ്റ് പേയ്മെന്റ് നടത്തുകയാണ്. ദേവ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് എൻട്രി. ദേവ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ദേവ് അക്കൗണ്ടിൽ ടു ബാങ്ക് എന്നായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 50,000 തന്നെയാണ്. നെക്സ്റ്റ് എൻട്രി റോയൽറ്റിയെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി എന്നാണ് എൻട്രി വരുന്നത്. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എമൗണ്ട് 35,000 ആണ്. റോയൽറ്റിയുടെ എമൗണ്ട് ആണ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് മാറ്റി ക്ലോസ് ചെയ്യേണ്ടത്. 2011 എല്ലാ എൻട്രീസും നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അക്കൗണ്ട് ക്ലോസ് ചെയ്യണം, ബാലൻസ് ചെയ്യണം. മിനിമം റെന്റ് അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്. 50,000 ആണ് ടോട്ടൽ ചെയ്യുക. റോയൽറ്റി അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്. 35,000 ആണ് വരുന്നത്. ടോട്ടൽ ചെയ്യുക. ദേവ് അക്കൗണ്ടില് രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്. ടോട്ടൽ ചെയ്യുക. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടില് ബാലൻസ് വരുന്നുണ്ട്. കാരണം ക്രെഡിറ്റ് സൈഡിൽ എൻട്രീസ് ഒന്നും വന്നിട്ടില്ല. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കൊടുക്കുക. എമൗണ്ട് 15,000 കൊടുക്കുക. ടോട്ടല് രണ്ട് സൈഡിൽ 15,000 കൊടുക്കുക. ടു 2012 ഈ എമൗണ്ട് ഡ്രോ ഡൗൺ ചെയ്യുക. ടു ബാലൻസ് ഡ്രോ ഡൗൺ 15,000. നമ്മൾ അനാലിസിസ് ടേബിൾ വരച്ചപ്പോഴും ഷോർട്ട് വർക്കിംഗ്സിന്റെ എമൗണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് ചെയ്തു? ഡ്രോ ഡൗൺ ചെയ്തു, ക്യാരി ഫോർവേഡ് ചെയ്തു. അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. നെക്സ്റ്റ് 2012 മിനിമം റെന്റ് ആണ് ഡ്യൂ ആവുന്നത്. കാരണം ആ വർഷം റോയൽറ്റി കുറവും മിനിമം റെന്റ് കൂടുതലുമാണ്. മിനിമം റെന്റ് ഡ്യൂ ആവുന്ന എൻട്രി മിനിമം റെന്റ് അക്കൗണ്ട് അറ്റ് ടു ദേവ് അക്കൗണ്ട് എന്നാണ്. മിനിമം റെന്റ് അക്കൗണ്ടിൽ ടു ദേവ് അക്കൗണ്ട് എന്ന പോസ്റ്റിംഗ് വരും. ടു ദേവ് അക്കൗണ്ട് എമൗണ്ട് 50,000 ആണ്. ദേവിന്റെ അക്കൗണ്ടിൽ ബൈ മിനിമം റെന്റ് അക്കൗണ്ട്, ബൈ മിനിമം റെന്റ് അക്കൗണ്ട് എമൗണ്ട് 50,000 ആണ്. നെക്സ്റ്റ് എൻട്രി മിനിമം റെന്റിനെ റോയൽറ്റി എന്നും ഷോർട്ട് വർക്കിംഗ് എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് അറ്റ് ടു മിനിമം റെന്റ് അക്കൗണ്ട്. ഇവിടെ റോയൽറ്റി 40,000 ആണ്, ഷോർട്ട് വർക്കിംഗ്സ് 10,000 ആണ്. നമ്മുടെ അനാലിസിസ് ടേബിൾ ചെയ്ത സമയത്ത് റോയൽറ്റിയും ഷോർട്ട് വർക്കിംഗ്സും ഒക്കെ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്.
മിനിമറിന്റെ അക്കൗണ്ടിൽ ബൈ റോയൽറ്റി 40,000, ബൈ ഷോർട്ട് വർക്കിംഗ് 10,000. ഇങ്ങനെയാണ് പോസ്റ്റിംഗ് വരുന്നത്. റോയൽറ്റി അക്കൗണ്ടിൽ സെയിം എൻട്രിയുടെ തന്നെ പോസ്റ്റിംഗ് വരും. റോയൽറ്റി അക്കൗണ്ടിൽ 2 മിനിമം റെന്റ് അക്കൗണ്ട് റോയൽറ്റിയുടെ എമൗണ്ട് ആയിട്ടുള്ള 40,000 കൊടുക്കുക. ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ടിലും 2 മിനിമം റെന്റ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 10,000. നെക്സ്റ്റ് എൻട്രി മിനിമം റെന്റ് പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. ദേവ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ് എൻട്രി. ദേവിന്റെ അക്കൗണ്ടിൽ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ടു ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് 50,000 ആണ്. മിനിമം റെന്റ് എമൗണ്ട് ആണ് പേയ്മെന്റ് നടത്തുന്നത്. എമൗണ്ട് 50,000. നെക്സ്റ്റ് എൻട്രി റോയൽറ്റിയെ പ്രൊട്ടക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊട്ടക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി എന്നാണ് എൻട്രി. റോയൽറ്റിയുടെ എമൗണ്ട് 40,000 ആണ്. ആ സെയിം എമൗണ്ട് തന്നെയാണ് പ്രൊട്ടക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എമൗണ്ട് 40,000. 2012 എല്ലാ എൻട്രീസും നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അക്കൗണ്ട് ക്ലോസ് ചെയ്യാം, ബാലൻസ് ചെയ്യാം. മിനിമം റെന്റ് അക്കൗണ്ടിൽ എൻട്രീസ് രണ്ട് സൈഡിൽ എമൗണ്ട് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ 50,000 ആണ് ടോട്ടൽ വരുന്നത്. ബാലൻസ് ഒന്നുമില്ല. റോയൽറ്റി അക്കൗണ്ടിലും അതുപോലെ തന്നെ രണ്ട് സൈഡിലും എമൗണ്ട് 40,000 ആണ്. ബാലൻസ് ഒന്നും വരുന്നില്ല. ദേവിന്റെ അക്കൗണ്ടിലും ബാലൻസ് ഒന്നുമില്ല. രണ്ട് സൈഡിൽ 50,000 ആണ് എമൗണ്ട്. ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് നോക്കുക. കഴിഞ്ഞ വർഷത്തെ 15,000 ബ്രോ ഡൗൺ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ പുതിയ ഷോർട്ട് വർക്കിംഗ് 2012 ഷോർട്ട് വർക്കിംഗ് 10,000 ഉണ്ട്. അപ്പൊ ടോട്ടൽ 25,000 ഷോർട്ട് വർക്കിംഗ്സ് നിലവിലുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ എൻട്രീസ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്കിവിടെ ബാലൻസ് ചെയ്യണം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 25,000 എമൗണ്ട് കൊടുക്കുക. 2013 നമുക്ക് ഈ എമൗണ്ട് ബ്രോ ഡൗൺ ചെയ്യണം. ടു ബാലൻസ് ബ്രോ ഡൗൺ 25,000. ഇനി 2013 എൻട്രീസിലേക്ക് കിടക്കാം. 2013 റോയൽറ്റിയാണ് ഡ്യൂ ആകുന്നത്. മിനിമം റെന്റ് അല്ല, റോയൽറ്റിയാണ്. നമ്മൾ കണ്ടതാണ് 50,000 റോയൽറ്റിയും 50,000 മിനിമം റെന്റ് വരുന്ന കേസ്. അതാണ് 2013. അവിടെ മിനിമം റെന്റ് അല്ല, ഷോർട്ട് വർക്കിംഗ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ റോയൽറ്റിയാണ് അവിടെ ആപ്ലിക്കബിൾ ആകുന്നത്. റോയൽറ്റി ഡ്യൂ ആകുന്നതിന് എൻട്രിയാണ് അവിടെ കൊടുക്കേണ്ടത്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു ദേവ് എന്നാണ് എൻട്രി. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു ദേവ് എന്നാണ് എൻട്രി വരുന്നത്. റോയൽറ്റി അക്കൗണ്ടിൽ ടു ദേവ് എന്ന് പോസ്റ്റിംഗ് വരും. ടു ദേവ് എമൗണ്ട് 50,000 ആണ്. ദേവിന്റെ അക്കൗണ്ടിൽ ബൈ റോയൽറ്റി അക്കൗണ്ട് എമൗണ്ട് 50,000. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റോയൽറ്റി അക്കൗണ്ടിൽ മിനിമം റെന്റ് ഉണ്ടായിരുന്ന വർഷങ്ങളിലൊക്കെ 2 മിനിമം റെന്റ് എന്നാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ റോയൽറ്റി വരുന്ന കേസിൽ, റോയൽറ്റി ഡ്യൂ ആകുകയും റോയൽറ്റി പേയ്മെന്റ് നടത്തുകയും ചെയ്യുന്ന കേസിൽ 2 ദേവ് അല്ലെങ്കിൽ 2 ലെസർ എന്നാണ് വരുന്നത്. ദേവിന്റെ അക്കൗണ്ടിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, മിനിമം റെന്റ് വരുന്ന വർഷങ്ങളിലൊക്കെ ബൈ മിനിമം റെന്റ് എന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്.
എന്നാൽ റോയൽറ്റി വരുന്ന വർഷങ്ങളിൽ, അതായത് റോയൽറ്റി മിനിമം റെന്റിനേക്കാൾ കൂടുതൽ വരുന്ന വർഷങ്ങളിൽ ബൈ റോയൽറ്റി എന്നായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. ദേവ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ് എൻട്രി. ദേവിന്റെ അക്കൗണ്ടിൽ ടു ബാങ്ക് അക്കൗണ്ട് എന്ന പോസ്റ്റിംഗ് വരും. ടു ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് 50,000 ആണ്. ടു ബാങ്ക് അക്കൗണ്ട് 50,000 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് റോയൽറ്റിയെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി എന്നാണ് എൻട്രി വരുന്നത്. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട്, ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എമൗണ്ട് 50,000 ആണ്. ഈ വർഷം റോയൽറ്റിയും മിനിമം റെന്റും ഒരേ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഷോർട്ട് വർക്കിംഗ് വരുന്നില്ല. അതുപോലെ തന്നെ ഷോർട്ട് വർക്കിംഗ് റീകൂപ്മെന്റും വരുന്നില്ല. ഇനി നമുക്ക് ഈ വർഷത്തെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം, ബാലൻസ് ചെയ്യാം. മിനിമം റെന്റ് അക്കൗണ്ടിൽ എൻട്രീസ് ഒന്നും എഴുതിയിട്ടില്ല, കാരണം ഇവിടെ മിനിമം റെന്റ് അല്ലായിരുന്നു, അവിടെ കൂടെ ആയിരുന്നു റോയൽറ്റിയാണ്. റോയൽറ്റി അക്കൗണ്ടിന്റെ രണ്ട് സൈഡിൽ എമൗണ്ട് ഈക്വലാണ്, 50,000 ആണ് ടോട്ടൽ ചെയ്യുക. ദേവിന്റെ അക്കൗണ്ടിൽ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വലാണ്, ടോട്ടൽ ചെയ്യുക. ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ടിൽ മറ്റ് എൻട്രീസ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് 2013 ബൈ ബാലൻസ് ക്യാരി ഡൗൺ സെയിം എമൗണ്ട് തന്നെ ബാലൻസ് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. ലേക്ക് ഡ്രോ ഡൗൺ ചെയ്യുക. ടു ബാലൻസ് ഡ്രോ ഡൗൺ. നെക്സ്റ്റ് 2014 എൻട്രീസ് ആണ്. 2014 എൻട്രീസ് റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയാണ്. ഇവിടെ റോയൽറ്റി 70,000 ആണ് വന്നിരിക്കുന്നത്. എൻട്രി റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു ദേവ് എന്നാണ്. റോയൽറ്റി അക്കൗണ്ടിൽ ടു ദേവ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ടു ദേവ് അക്കൗണ്ട് എമൗണ്ട് 70,000 ആണ്. 2014 ആണ് ഇയർ. ദേവിന്റെ അക്കൗണ്ടിൽ ബൈ റോയൽറ്റി എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 70,000 ആണ്. നെക്സ്റ്റ് എൻട്രി ഷോർട്ട് വർക്കിംഗ്സ് റിക്കവർ ചെയ്തതിനു ശേഷം എമൗണ്ട് പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. ഇവിടെ 70,000 ആണ് റോയൽറ്റി വന്നിരിക്കുന്നത്. മിനിമം റെന്റ് 50,000 ഉള്ളൂ. അതുപോലെ തന്നെ ഷോർട്ട് വർക്കിംഗ്സ് നിലവിൽ 25,000 ഉണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് 25,000 നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷേ നമുക്ക് 20,000 വരെ എടുക്കാനുള്ള അവസരം ഇവിടെ ഉള്ളൂ. കാരണം 50,000 മിനിമം റെന്റ് ആയിട്ട് പേയ്മെന്റ് നടത്തിയേ പറ്റുള്ളൂ. ആകെ റോയൽറ്റി 70,000 ഉള്ളൂ. അപ്പോൾ 20,000 നമ്മൾ റോയൽറ്റി ഷോർട്ട് വർക്കിംഗ്സ് റീകൂപ്പ് ചെയ്തതിന് ശേഷം ഉള്ള എമൗണ്ട് പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ് നെക്സ്റ്റ് വരുന്നത്. ദേവ് അക്കൗണ്ട് അറ്റ് 70,000, ടു ബാങ്ക് 50,000, ടു ഷോർട്ട് വർക്കിംഗ്സ് 20,000. ദേവ് അക്കൗണ്ടിൽ ടു ബാങ്ക് അക്കൗണ്ട് 50,000, ടു ഷോർട്ട് വർക്കിംഗ്സ് 20,000. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ ബൈ ദേവ് അക്കൗണ്ട് 20,000. നെക്സ്റ്റ് എൻട്രി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് റോയൽറ്റിയെ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി എന്നാണ് എൻട്രി. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ പ്രൊഡക്ഷൻ
എമൗണ്ട് 70,000 ആണ്. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഷോർട്ട് വർക്കിംഗ്സിന്റെ ബാലൻസിനെ, അതായത് ഇറക്കറോൾ ആയിട്ടുള്ള ഭാഗത്തെ നമ്മൾ മാറ്റി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഷോർട്ട് വർക്കിംഗ്സ് എന്നാണ് എൻട്രി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് എന്നാണ് എൻട്രി. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന പോസ്റ്റിംഗ് വരും. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 5,000. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 5,000. 2014 എൻട്രീസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എൻട്രീസ് ഒന്നുമില്ല. റോയൽറ്റി അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും എമൗണ്ട് സെയിം ആണ്, 70,000 ടോട്ടൽ ചെയ്യുക. ദേവ് അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും എമൗണ്ട് ടോട്ടൽ സെയിം ആണ്, 70,000 ആണ് ടോട്ടൽ ചെയ്യുക. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ നോക്കാം, രണ്ട് സൈഡിലും എമൗണ്ട് സെയിം ആണ്, ടോട്ടൽ ചെയ്യുക. 25,000 ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ 20,000 റീകൂപ്പ് ചെയ്തു. 5,000 ഇറക്കറോൾ ആണ്, കാരണം ഫസ്റ്റ് 4 ഇയേഴ്സിലേക്കാണ് നമുക്ക് റീകൂപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. 4 ഇയേഴ്സിന് ശേഷം നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത് റീകൂപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അത് P&L അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അത് ലോസ് ആണ്, അതുകൊണ്ടാണ് P&L അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് ഇയർ 2015 ആണ്. 2015 എൻട്രീസ് നമുക്ക് നോക്കാം. റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയാണ് ഫസ്റ്റ് എൻട്രി. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു ദേവ് എന്നാണ് എൻട്രി. റോയൽറ്റി അക്കൗണ്ടിൽ ടു ദേവ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ടു ദേവ് അക്കൗണ്ട് 2015 75,000 ആണ് റോയൽറ്റി വരുന്നത്. അവിടെ ഷോർട്ട് വർക്കിംഗ്സ് ഒന്നും റീകോപ്പ് ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് റോയൽറ്റി ആയിട്ടുള്ള 75,000 തന്നെയാണ് പേയ്മെന്റ് നടത്തേണ്ടി വരുന്നത്. ദേവ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി എന്ന പോസ്റ്റിംഗ് വരും. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. ദേവ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ് എൻട്രി. ദേവ് അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന പോസ്റ്റിംഗ് വരും. ടു ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ് എൻട്രി റോയൽറ്റിയെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എമൗണ്ട് 75,000. നമ്മൾ എല്ലാ എൻട്രീസും കംപ്ലീറ്റ് ആയി. നമുക്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം. മിനിമം അക്കൗണ്ടിലെ എൻട്രീസ് ഒന്നും വന്നിട്ടില്ല. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ എൻട്രീസ് ഇല്ല, കാരണം ഈ വർഷം ഷോർട്ട് വർക്കിംഗ്സും ഇല്ല. അതുപോലെ തന്നെ റീക്രൂട്ട്മെന്റും നടന്നിട്ടില്ല. റോയൽറ്റി അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്, 75,000 ആണ് എമൗണ്ട് ടോട്ടൽ ചെയ്യുക. ദേവിന്റെ അക്കൗണ്ടിൽ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്, രണ്ട് സൈഡിലും 75,000 ടോട്ടൽ ചെയ്യുക. എസ്സിയുടെ ബുക്കിലെ ലെഡ്ജർ അക്കൗണ്ട്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് അക്കൗണ്ട് മിനിമറൻ്റ് അക്കൗണ്ട് ആണ്. മിനിമറൻ്റ് അക്കൗണ്ടിൽ എൻട്രീസ് വരുന്നത് ഏതൊക്കെ വർഷങ്ങളിലാണോ മിനിമറൻ്റ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ആ വർഷങ്ങളിൽ മാത്രമാണ്. ഷോർട്ട് വർക്കിംഗ് എറൈസ് ചെയ്യുന്ന ഏതൊക്കെ വർഷങ്ങളിലാണോ ആ വർഷങ്ങളിൽ മാത്രമാണ് മിനിമറൻ്റ് പേയ്മെൻറ്റ് നടത്തുന്നത്. ആ വർഷങ്ങളിൽ മാത്രമാണ് മിനിമറൻ്റ് അക്കൗണ്ടിൽ എൻട്രീസ് വരുന്നത്. ഇവിടെ 2011 2012 മിനിമറൻ്റ് പേയ്മെൻറ്റ് നടത്തുന്നത്. നമുക്ക് ഫസ്റ്റ് എൻട്രി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാനായിട്ട് പറ്റും. മിനിമറൻ്റ് ഡ്യൂ ആകുന്ന എൻട്രി കൊടുത്തിരിക്കുന്ന വർഷങ്ങൾ ഏതൊക്കെയാണോ ആ വർഷങ്ങളിൽ മാത്രമാണ് മിനിമറൻ്റ് അക്കൗണ്ടിൽ എൻട്രീസ് വരുന്നത്. 2011 മിനിമറൻ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ദേവ് അക്കൗണ്ട് 50,000 ആണ് വന്നിരിക്കുന്നത്. മിനിമറൻ്റ് ഡ്യൂ ആകുന്ന എൻട്രിയുടെ
പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. മിനിമം റെന്റ് അക്കൗണ്ട് ലെറ്റർ 50,000 ടു ദേവ് അക്കൗണ്ട് 50,000 എന്നായിരുന്നു എൻട്രി. മിനിമം റെന്റ് അക്കൗണ്ടിൽ ടു ദേവ് അക്കൗണ്ട് എന്ന് പോസ്റ്റിംഗ് വന്നിരിക്കുന്നു. ക്രെഡിറ്റ് സൈഡിൽ മിനിമം റെന്റിനെ റോയൽറ്റി എന്നും ഷോർട്ട് വർക്കിംഗ് എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ട് ലെറ്റർ 35,000, ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ലെറ്റർ 15,000 ടു മിനിമം റെന്റ് അക്കൗണ്ട് 50,000 എന്നായിരുന്നു എൻട്രി. മിനിമം റെന്റ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി 35,000, ബൈ ഷോർട്ട് വർക്കിംഗ് 15,000 ഇങ്ങനെയാണ് പോസ്റ്റിംഗ് വരുന്നത്. രണ്ട് സൈഡിലും എമൗണ്ട് സെയിം ആണ്, അതുകൊണ്ട് രണ്ട് സൈഡും എമൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. ബാലൻസ് ഒന്നുമില്ല. നെക്സ്റ്റ് 2012 ഡെബിറ്റ് സൈഡിൽ ടു ദേവ് അക്കൗണ്ട് 50,000 മിനിമം റെന്റ് ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. മിനിമം റെന്റ് അക്കൗണ്ട് ലെറ്റർ 50,000 ടു ദേവ് അക്കൗണ്ട് 50,000 ഈ എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ മിനിമം റെന്റിനെ റോയൽറ്റി എന്നും ഷോർട്ട് വർക്കിംഗ് എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. റോയൽറ്റി അക്കൗണ്ട് ലെറ്റർ 40,000, ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ലെറ്റർ 10,000 ടു മിനിമം റെന്റ് അക്കൗണ്ട് 50,000 ഇതായിരുന്നു എൻട്രി. മിനിമം റെന്റ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി 40,000, ബൈ ഷോർട്ട് വർക്കിംഗ് 10,000 ഇങ്ങനെയാണ് പോസ്റ്റിംഗ് വരുന്നത്. ആദ്യത്തെ 2 വർഷങ്ങളിൽ മാത്രമാണ് മിനിമം റെന്റ് പേയ്മെന്റ് നടത്തുന്നത്, അതുകൊണ്ട് 2 വർഷങ്ങളിലെ മാത്രം എൻട്രീസ് ആണ് മിനിമം റെന്റ് അക്കൗണ്ടിൽ വരുന്നത്. നെക്സ്റ്റ് അക്കൗണ്ട് റോയൽറ്റി അക്കൗണ്ട്. റോയൽറ്റി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെ വർഷങ്ങളിലാണോ മിനിമം റെന്റ് പേയ്മെന്റ് നടത്തുന്നത് ആ വർഷങ്ങളിൽ ടു മിനിമം റെന്റ് അക്കൗണ്ട് എന്നായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. ഏതൊക്കെ വർഷങ്ങളിലാണോ റോയൽറ്റി പേയ്മെന്റ് നടത്തുന്നത് ആ വർഷങ്ങളിൽ ടു ലെസ്സർ എന്നായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. ഇവിടെ ടു ദേവ് അക്കൗണ്ട് എന്ന് പോസ്റ്റിംഗ് വരും. റോയൽറ്റി അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എല്ലാ വർഷവും ആക്ച്വൽ റോയൽറ്റിയെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വരുന്നത്. ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്നായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. റോയൽറ്റി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 2011 റോയൽറ്റി അക്കൗണ്ട് ലെറ്റർ 35,000, ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ലെറ്റർ 15,000 ടു മിനിമം റെന്റ് അക്കൗണ്ട് 50,000 റോയൽറ്റിയും ഷോർട്ട് വർക്കിങ്ങിനെയും സ്പ്ലിറ്റ് ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ടിൽ ടു മിനിമം റെന്റ് 35,000 എന്ന് പോസ്റ്റിംഗ് വരും. ക്രെഡിറ്റ് സൈഡിൽ പ്രൊഡക്ഷൻ അക്കൗണ്ട് ലെറ്റർ ടു റോയൽറ്റി 35,000 എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. 2012 റോയൽറ്റിയും ഷോർട്ട് വർക്കിങ്ങിനെയും സ്പ്ലിറ്റ് ചെയ്യുന്ന എൻട്രി റോയൽറ്റി അക്കൗണ്ട് ലെറ്റർ 40,000, ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ലെറ്റർ 10,000 ടു മിനിമം റെന്റ് അക്കൗണ്ട് 50,000 എന്നായിരുന്നു. ഇവിടെ റോയൽറ്റി അക്കൗണ്ടിൽ ടു മിനിമം റെന്റ് അക്കൗണ്ട് 40,000 എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ആ വർഷത്തെ ലാസ്റ്റ് എൻട്രി റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി പ്രൊഡക്ഷൻ അക്കൗണ്ട് ലെറ്റർ 40,000 ടു റോയൽറ്റി അക്കൗണ്ട് 40,000 എന്നായിരുന്നു. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ 40,000 എന്ന പോസ്റ്റിംഗ് വരും. 2013 ആക്ച്വൽ റോയൽറ്റി ആയിട്ടുള്ള 50,000 ആണ് പേയ്മെന്റ് നടത്തുന്നത്. ആ വർഷം ഷോർട്ട് വർക്കിംഗ് ഉണ്ടാകുന്നില്ല. മിനിമം റെന്റ് 50,000 ആണ്. എന്നാൽ അവിടെ ആ വർഷം റോയൽറ്റിയും 50,000 തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ റോയൽറ്റിയാണ് പേയ്മെന്റ് നടത്തുന്നത്. അതുകൊണ്ട് എൻട്രി വന്നിരിക്കുന്നത് റോയൽറ്റി അക്കൗണ്ട് ലെറ്റർ 50,000 ടു ദേവ് അക്കൗണ്ട് 50,000 എന്നാണ്. റോയൽറ്റി അക്കൗണ്ടിൽ ടു ദേവ് അക്കൗണ്ട് 50,000 എന്ന പോസ്റ്റിംഗ് വന്നിരിക്കുന്നു. ക്രെഡിറ്റ് സൈഡിൽ റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് ലെറ്റർ 50,000 ടു റോയൽറ്റി 50,000 എന്നായിരുന്നു എൻട്രി. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് 50,000 എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് 2014 ഡിസംബർ 31. 2014 റോയൽറ്റിയാണ് പേയ്മെന്റ് നടത്തുന്നത്.
റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 70,000 ടു ദേവ് അക്കൗണ്ട് 70,000 എന്നായിരുന്നു എൻട്രി. റോയൽറ്റി അക്കൗണ്ടിൽ ടു ദേവ് അക്കൗണ്ട് 70,000 എന്ന പോസ്റ്റിംഗ് വന്നിരിക്കുന്നു. ക്രെഡിറ്റ് സൈഡിൽ റോയൽറ്റിയെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ 70,000 ടു റോയൽറ്റി 70,000 എന്നായിരുന്നു എൻട്രി. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് 70,000 എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. 2015 ആക്ച്വൽ റോയൽറ്റി 75,000 ആണ്. റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രി റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 75,000 ടു ദേവ് അക്കൗണ്ട് 75,000 എന്നായിരുന്നു. റോയൽറ്റി അക്കൗണ്ടിൽ ടു ദേവ് അക്കൗണ്ട് 75,000 എന്ന പോസ്റ്റിംഗ് വന്നിരിക്കുന്നു. റോയൽറ്റിയെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ 75,000 ടു റോയൽറ്റി അക്കൗണ്ട് 75,000 എന്നായിരുന്നു എൻട്രി. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് 75,000 എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ടിൽ എല്ലാ വർഷവും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരേ എമൗണ്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ബാലൻസ് ഒന്നും വരുന്നില്ല. നെക്സ്റ്റ് ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട്. 2011 ഡിസംബർ 31 ഷോർട്ട് വർക്കിംഗ്സ് 15,000 ആണ്. സെക്കൻഡ് എൻട്രിയിലാണ് ഷോർട്ട് വർക്കിംഗ്സ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 35,000, ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് ഡെറ്റർ 15,000, ടു മിനിമറൻ്റ് അക്കൗണ്ട് 50,000 എന്നായിരുന്നു എൻട്രി. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ ടു മിനിമറൻ്റ് അക്കൗണ്ട് 15,000 എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ എൻട്രീസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ 15,000-നെ നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നു. 2012 സെയിം എമൗണ്ടിനെ ബ്രോ ഡൗൺ ചെയ്തിട്ടുണ്ട്. 2012 ഷോർട്ട് വർക്കിംഗ്സ് 10,000 ആണ്. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 40,000, ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് ഡെറ്റർ 10,000, ടു മിനിമറൻ്റ് അക്കൗണ്ട് 50,000 എന്നായിരുന്നു എൻട്രി. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ ടു മിനിമറൻ്റ് അക്കൗണ്ട് 10,000 എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ എൻട്രീസ് ഒന്നുമില്ല. ബാലൻസ് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നു. 25,000 ആണ് ബാലൻസ്. 2013 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 25,000 ഉണ്ട്. എന്നാൽ ആ ഇയറിൽ റോയൽറ്റിയും മിനിമം റെൻറ്റും ഒരേ എമൗണ്ട് തന്നെ ആയതുകൊണ്ട് 50,000 തന്നെ ആയതുകൊണ്ട് ഷോർട്ട് വർക്കിംഗ് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ റീകൂപ്പനും നടക്കുന്നില്ല. അതുകൊണ്ട് ആ വർഷം പുതിയതായിട്ട് ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ എൻട്രീസ് ഒന്നും വരുന്നില്ല. സെയിം എമൗണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുകയാണ് 2014-ലേക്ക്. 2014 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 25,000 ഉണ്ട്. 2014 ഷോർട്ട് വർക്കിംഗ്സ് റീകൂപ്പ് ചെയ്യുന്നുണ്ട്. 20,000 ആണ് റീകൂപ്പ് ചെയ്യുന്നത്. ദേവ് അക്കൗണ്ട് ഡെറ്റർ 70,000, ടു ബാങ്ക് അക്കൗണ്ട് 50,000, ടു ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് 20,000 എന്നായിരുന്നു എൻട്രി. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ ബൈ ദേവ് അക്കൗണ്ട് 20,000 എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് വർക്കിംഗ്സിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. 5,000 ഇറിക്കവർ ആയിട്ടുള്ള ഷോർട്ട് വർക്കിംഗ്സ് എമൗണ്ട് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 5,000, ടു ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് 5,000 എന്നായിരുന്നു എൻട്രി. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 5,000 എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വലാണ്. അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. 2015 ഷോർട്ട് വർക്കിംഗ്സുമായിട്ട് ബന്ധപ്പെട്ട എൻട്രീസ് വരുന്നില്ല. 2015 ഷോർട്ട് വർക്കിംഗ്സ് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ റീകൂപ്മെൻറ്റും നടക്കുന്നില്ല. അതുകൊണ്ട് ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ 2015 എൻട്രീസ് ഒന്നും വരുന്നില്ല. നെക്സ്റ്റ് ദേവ് അക്കൗണ്ട്. 2011 ഡിസംബർ 31 മിനിമം റെന്റ് ഡ്യൂ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ദേവിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. മിനിമം റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ദേവ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്.
ദേവിൻ്റെ അക്കൗണ്ടിൽ ബൈ മിനിമം റെന്റ് 50,000 എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ഡെബിറ്റ് സൈഡിൽ മിനിമം റെന്റ് പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ദേവ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ് എൻട്രി. എമൗണ്ട് 50,000 ആണ്. ദേവ് അക്കൗണ്ടിൽ ടു ബാങ്ക് അക്കൗണ്ട് 50,000 എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. 2012 മിനിമം റെന്റ് ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ദേവിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. മിനിമം റെന്റ് അക്കൗണ്ട് അറ്റ് 50,000 ടു ദേവ് അക്കൗണ്ട് 50,000 എന്നായിരുന്നു എൻട്രി. ദേവിൻ്റെ അക്കൗണ്ടിൽ ബൈ മിനിമം റെന്റ് അക്കൗണ്ട് 50,000 എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ഡ്യൂ ആവുന്ന മിനിമം റെന്റ് പേയ്മെൻറ്റ് നടത്തുന്നതാണ് ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ദേവ് അക്കൗണ്ട് അറ്റ് 50,000 ടു ബാങ്ക് അക്കൗണ്ട് 50,000 എന്നായിരുന്നു എൻട്രി. ദേവിൻ്റെ അക്കൗണ്ടിൽ ടു ബാങ്ക് അക്കൗണ്ട് 50,000 എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് രണ്ട് സൈഡിലും ഈക്വൽ ആണ്. 2013 മിനിമം റെന്റ് അല്ല, പകരം റോയൽറ്റിയാണ് ഡ്യൂ ആവുന്നത്. റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. എൻട്രി റോയൽറ്റി അക്കൗണ്ട് അറ്റ് 50,000 ടു ദേവ് അക്കൗണ്ട് 50,000 എന്നായിരുന്നു. ദേവിൻ്റെ അക്കൗണ്ടിൽ ബൈ റോയൽറ്റി അക്കൗണ്ട് 50,000 എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ റോയൽറ്റി പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ്. എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ദേവ് അക്കൗണ്ട് അറ്റ് 50,000 ടു ബാങ്ക് അക്കൗണ്ട് 50,000 എന്നായിരുന്നു എൻട്രി. ദേവ് അക്കൗണ്ടിൽ ടു ബാങ്ക് അക്കൗണ്ട് 50,000 എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് 2014 റോയൽറ്റിയാണ് ഡ്യൂ ആവുന്നത്. റോയൽറ്റി ഡ്യൂ ആവുന്നതാണ് ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് 70,000 ടു ദേവ് അക്കൗണ്ട് 70,000 എന്നായിരുന്നു എൻട്രി. ദേവ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി 70,000 എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് വർക്കിംഗ് റീകൂപ്പ് ചെയ്യുന്നത് വന്നിട്ടുണ്ട്. ദേവ് അക്കൗണ്ട് അറ്റ് 70,000 ടു ബാങ്ക് അക്കൗണ്ട് 50,000 ടു ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് 20,000 എന്നായിരുന്നു എൻട്രി. ദേവ് അക്കൗണ്ടിൽ ടു ബാങ്ക് 50,000 ടു ഷോർട്ട് വർക്കിംഗ്സ് 20,000 ഇങ്ങനെയാണ് പോസ്റ്റിംഗ് വരുന്നത്. 70,000 ആണ് ആക്ച്വൽ റോയൽറ്റി. അതിൽ 50,000 ആണ് പേയ്മെൻറ്റ് നടത്തുന്നത്. 20,000 ഷോർട്ട് വർക്കിംഗ്സ് റീകൂപ്പ് ചെയ്തതാണ്. നെക്സ്റ്റ് 2015 റോയൽറ്റി ഡ്യൂ ആവുന്നതാണ് ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് 75,000 ടു ബാങ്ക് അക്കൗണ്ട് 75,000. ദേവിൻ്റെ അക്കൗണ്ടിൽ ബൈ റോയൽറ്റി അക്കൗണ്ട് 75,000 എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ഡെബിറ്റ് സൈഡിൽ റോയൽറ്റി പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ്. ദേവ് അക്കൗണ്ട് അറ്റ് 75,000 ടു ബാങ്ക് അക്കൗണ്ട് 75,000. ഇവിടെ ദേവിൻ്റെ അക്കൗണ്ടിൽ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ടു ബാങ്ക് അക്കൗണ്ട് 75,000. ദേവ് അക്കൗണ്ടിൽ എല്ലാ വർഷവും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എമൗണ്ട് സെയിം ആണ്. അതുകൊണ്ട് ബാലൻസ് വരുന്നില്ല. Thank you for watching this video.